ഹായ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു 4 മണി പലഹാരമായിട്ടാണ്. ഇതിപ്പോൾ 4 മണി പലഹാരം എന്ന് മാത്രം പറയണ്ട കേട്ടോ. വിശക്കണ സമയത്ത് ഇത് കഴിച്ചു വെച്ചെങ്കിൽ വിശപ്പ് ടപ്പേന്ന് അങ്ങോട്ട് മാറും. അപ്പോൾ അടിപൊളി ഒരു സ്നാക്കാണ്. ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു പലഹാരം. നോക്കാം എങ്ങനെയാന്ന്. നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഇത് അവിടെ വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു 5 സ്ലൈസ് ബ്രെഡും, സാധാരണ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല വീറ്റ് ബ്രെഡ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏത് തരം ബ്രെഡ് വേണമെങ്കിൽ എടുക്കാം. ടൂട്ടി ഫ്രൂട്ടിയുള്ള ബ്രെഡ് അടക്കം എടുക്കാം. അപ്പോൾ അതൊരു 5 സ്ലൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് എടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബട്ടറാണ്. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇല്ലാത്ത കാരണം ഞാൻ ബട്ടർ എടുത്തേ കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ എടുക്കുക. എത്ര നെയ്യ് ചേർക്കണോ അത്രയും നല്ലതാട്ടോ. പിന്നെ ഈ ബട്ടറും നെയ്യും എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ കിസ്മിസ്, കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ തേങ്ങയും ഉണക്കമുന്തിരിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെയ്യ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. ബ്രെഡിൻ്റെ അരിയൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒറ്റൊരു അടി അടിച്ചാൽ മതി. അത് അങ്ങോട്ട് പൊടിഞ്ഞു പോകണ്ട കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരട്ടെ. ഇപ്പോൾ അതാ ബ്രെഡൊക്കെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ പരുവത്തിന് പൊടിച്ചെടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയും, കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് കയ്യിൽ കുറച്ച് വെള്ളം എടുക്കുക ഇതുപോലെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് തളിക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതി. അധികം അങ്ങോട്ട് ആവണ്ട കേട്ടോ വെള്ളം. ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് എത്തണ ഒരു പരിവല്ലേ അങ്ങനെ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയും, ഒരു ഇഡ്ഡലി പാത്രമോ സ്റ്റീമറിലോ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച ബ്രെഡ് ആണെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ കുറഞ്ഞതൊരു 3 മിനിറ്റ് എങ്കിലും നന്നായി ആവി കയറ്റിയെടുക്കുക. അപ്പോൾ ആവി കയറ്റിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആവി കയറ്റാൻ പറയുന്നത്. ഇത് ഞാൻ ഒന്ന് ആവി കയറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് ഇറക്കി വെക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചുരുങ്ങിയത് നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഞാൻ ആവി കയറ്റിയെടുക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മൾ അതൊന്ന് ആവി കയറ്റിയെടുക്കാനുള്ള സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ വേറെ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്, ഇഡ്ഡലി പാത്രം അല്ലാട്ടോ എടുത്തിരിക്കുന്നത്. ഞാനൊരു സോസ് പാൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇഡ്ഡലി തട്ടില്ലേ, കുഞ്ഞിങ്ങനെ ഹോൾസൊക്കെ ഉള്ള ഒരു ഇഡ്ഡലി പാത്രം ഉണ്ടാവുമല്ലോ, നമ്മളുടെ ഇഡ്ഡലി കുക്കറിൻ്റെ കൂടെ ഒക്കെ കിട്ടുന്നത്. അതിൽ ഇതേപോലെ ഒരു പാത്രത്തിൽ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചു. നന്നായിട്ട് ആവി വരട്ടെ കേട്ടോ. അതിനൊന്നും ചെയ്യാൻ പോകണ്ട, അനക്കണ്ട. അപ്പം നിങ്ങളുടെ ഒരു ഇഡ്ഡലി കുക്കറാണ് ഇരിക്കണേ വെച്ചെങ്കിൽ അങ്ങനെ ആയാലും മതി. എന്തൊരു പാത്രം ആയാലും ഇതൊന്ന് ആവി കയറ്റി എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് ആവി കയറ്റി വരട്ടെ. ഇപ്പോൾ അതാ നമ്മളുടെ ബ്രെഡ് ക്രംസ് നന്നായിട്ട് ആവിയൊക്കെ കയറി നല്ല സോഫ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത്, ബാക്കിയുള്ള ഐറ്റംസ് അതെന്തൊക്കെയാണ്, തേങ്ങയും അതുപോലെ തന്നെ മുന്തിരി, അതൊന്ന് നെയ്യിലോ ബട്ടറിലോ ഏതിലായാലും വേണ്ടില്ല, ഒന്ന് വാട്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെന്താണ്, മധുരം കൂടിയും ചേർക്കണം. അപ്പോൾ ഈ പരിപാടിയൊക്കെ തുടങ്ങല്ലേ. അപ്പോൾ അതിന് മുന്നേ പറയാനുള്ളത്, ഇത് നമ്മൾ സാധാരണ ബ്രെഡ് എടുക്കുക, പൊടിക്കുക, എന്നിട്ട് ഇത് തേങ്ങയും മുന്തിരിയും വാട്ടിയിട്ടിട്ട് കാര്യമില്ല കേട്ടോ. ആ ടേസ്റ്റ് കിട്ടില്ല. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ആ ഒരു സോഫ്റ്റ് ആയാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈങ് പാൻ എടുത്ത് വെച്ചു. ഇനി അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ വരെ ചേർത്ത് കൊടുക്കാം. നെയ്യായാലും നെയ്യ്, ബട്ടറായാലും ബട്ടർ. അപ്പോൾ അത് ഇതുപോലൊന്ന് മെൽട്ടായി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, തേങ്ങയും അതുപോലെ തന്നെ മുന്തിരിയും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറില്ലേ, അതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, കരിഞ്ഞു പോയില്ലേ. അപ്പോൾ സൂക്ഷിച്ച് നിൽക്കുക. തീയൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഏകദേശം കളർ ചേഞ്ചൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് പാകമായി തുടങ്ങി. ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യുക, ബ്രെഡ് ക്രംസിലേക്ക് തട്ടാം. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നില്ലേ, അതിലേക്ക് നമ്മളുടെ തേങ്ങയും മുന്തിരിയും ബട്ടറും കൂടി മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കണു. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇനിയൊരു സംഭവം കൂടി ആഡ് ചെയ്യല്ലേ, എന്താ, പഞ്ചസാര. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും കൈ കൊണ്ടൊക്കെ മിക്സ് ചെയ്ത് അത്രയും നല്ലത്, എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തിക്കിട്ടും. ഇത് നമ്മൾ പൂരം വറുത്തത് ഇല്ലെങ്കിൽ ഉലോസ് പൊടി എന്ന് പറയില്ലേ, അതൊക്കെ കഴിക്കണ പോലെ കഴിക്കാവുന്ന തന്നെയാട്ടോ. ആ ചായയുടെ കൂടെ വിശപ്പൊക്കെ പെട്ടെന്ന് മാറും, അത്രയ്ക്ക് നല്ലതത്.
ടൈറ്റായിട്ട് ഒരു ബോക്സിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാന്ന് വെറുതെ പറയുക, ആരും ഒന്നും ചെയ്യണമെന്നില്ല, എന്നാലും പറയുന്നേ. അപ്പോൾ എന്തായാലും മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.